രാഹുൽ മാങ്കൂട്ടം യുഗം അവസാനിക്കുകയാണോ? ഇനി അങ്ങോട്ട് ആളില്ലാത്ത, ആരവങ്ങളില്ലാത്ത വെറും രാഹുൽ മാങ്കൂട്ടമായി ഒതുങ്ങിപ്പോകുമോ എന്നുള്ളതാണ് ഒരു വലിയ ആശങ്കയായി നിലനിൽക്കുന്നത്. രാഹുല് പാലക്കാട് മത്സരിക്കും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അവിടെയും ഈ പറയുന്ന ചില പോസിബിലിറ്റികൾ നമുക്ക് മുമ്പിൽ വരികയാണ്. ഇവിടെ ഇൻ കേസ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ലെങ്കിൽ അയാൾ ഒരുപക്ഷെ ഒരു സ്വതന്ത്രനായി മത്സരിക്കുവാനുള്ള സാധ്യതകൾ വളരെ 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 വിരളമാണ്. അവിടെ ഒരു സ്ഥാനാർത്ഥിത്വം, ഒരു സീറ്റ് ലഭിച്ചില്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടം യുഗം അവസാനിക്കുമെന്നുള്ളതാണ് വലിയ ആശങ്ക. അതോടൊപ്പം വലിയ സങ്കടവും മനസ്സിനെ വല്ലാതെ വേട്ടയാടുകയാണ്. കാരണം ഇതുവരെ വന്ന വാർത്തകൾ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമെന്ന് തന്നെയാണ്. ഞാൻ ഇപ്പോഴും അത് പറയുന്നു, രാഹുൽ മത്സരിക്കും. പക്ഷേ അവിടെയും ചില പോസിബിലിറ്റികൾ ബാക്കിയാണ്, ചില ചോദ്യങ്ങൾ ബാക്കിയാണ്, ചില ആശങ്കകൾ ബാക്കിയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം യുഗം എന്ന് പറയുന്നത് അവസാനിക്കുമെന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 35 വയസ്സുകാരൻ വളരെ നേരത്തെ മുതൽ പാർട്ടി സംഘടനാ പ്രവർത്തനം തുടങ്ങിയ വ്യക്തി. പക്ഷേ എവിടെയോ ചില പാളിച്ചകൾ വന്നുപോയി. ഇതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ രാജ്യത്തിൻ്റെ നിയമപ്രകാരം അയാൾ കുറ്റക്കാരനാണോ? ഈ രാജ്യത്തിൻ്റെ നിയമത്തിന് മുന്നിൽ, ജുഡീഷ്യറിക്ക് മുന്നിൽ, ഭരണഘടനയ്ക്ക് മുന്നിൽ അയാൾ കുറ്റക്കാരനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. പിന്നെ എന്താണ് പാളിച്ച വലിയ ഒരു ധാർമ്മികതയുടെ പ്രശ്നം അയാൾക്ക് മുന്നിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, മത്സരിക്കാൻ ഒരു സീറ്റ് ലഭിച്ചില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം യുഗം അവസാനിക്കും. ആ ചാപ്റ്റർ എന്നേക്കുമായിട്ട് ക്ലോസ് ആകും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ പറഞ്ഞത്, പൊതുപ്രവർത്തനം നടത്താൻ അധികാരങ്ങൾ വേണ്ട, സ്ഥാനമാനങ്ങൾ വേണ്ട, എന്തെങ്കിലും ഒരു അധികാര കസേര വേണ്ട എന്നൊക്കെയാണ്. ശരി തന്നെയാണ്. പൊതുപ്രവർത്തനങ്ങൾ നടത്താൻ ഇതൊന്നും ആവശ്യമില്ല. പക്ഷേ മറ്റൊന്നുണ്ടല്ലോ, പൊതുപ്രവർത്തകന് ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം വേണ്ടേ? ഒന്ന്, അയാൾ പാർട്ടിക്ക് പുറത്താണ്. 2, അയാൾ ഒരു ജനപ്രതിനിധി പോലും അല്ലാതെ ആവുമെന്നുള്ളതാണ് മത്സരിച്ചില്ലെങ്കിൽ. അവിടെ അയാൾക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ടാകും. മനസ്സിലായില്ലേ? ഇത്രയും ദിവസം പ്രവർത്തിക്കാൻ, വന്നിറങ്ങാൻ, വന്ന് കയറാൻ, ജനങ്ങളെ കാണാൻ, ജനങ്ങളോട് സംവദിക്കാൻ, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അയാൾ പാലക്കാടിൻ്റെ MLA ആയിരുന്നു, പാലക്കാടിൻ്റെ ജനപ്രതിനിധിയായിരുന്നു. പക്ഷേ ഇനിയൊരു സീറ്റില്ലെങ്കിൽ അയാൾ പിന്നീട് അങ്ങോട്ട് വെറും രാഹുൽ മാങ്കൂട്ടമായി മാറുമെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, വളരെയധികം പൊട്ടൻഷ്യൽ ഉണ്ടായ ഒരു വ്യക്തി, എല്ലാം കൊണ്ടും യോഗ്യനായ ഒരു വ്യക്തി, അതിലൊക്കെ ഉപരി നട്ടെല്ല് എന്ന് പറയുന്ന സാധനം മറ്റുള്ളവൻ്റെ മുന്നിൽ വളക്കാത്ത വ്യക്തി, എല്ലാം ഉണ്ടായിരുന്നു, വലിയ പ്രതീക്ഷയും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോഴും എൻ്റെ കയ്യിൽ സൂക്ഷിക്കുന്ന ഒരു വാക്കുണ്ട്, VD സതീശൻ്റെ വാക്കാ. ചില തീരുമാനങ്ങൾ എടുക്കുന്നത് ചങ്ക് പൊട്ടിക്കൊണ്ടാണ് ആ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന്. അങ്ങനെ ഒരു വാക്ക്, അങ്ങനെ ഒരു വർത്തമാനം സതീശൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തതിൻ്റെ തൊട്ടു പിന്നാലെയാണ് സതീശൻ അത്തരം ഒരു സംസാരിച്ചത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, കാരണം അത്രയേറെ പ്രതീക്ഷയായിരുന്നു എന്നേ, എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു, എല്ലാവരും കാര്യങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കുകയായിരുന്നു. കാരണം എന്താ, ആ കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു. പാർട്ടിയുടെ മാനദണ്ഡങ്ങളും പാർട്ടിയുടെ ചില തീരുമാനങ്ങളും അത് നടപ്പിലാക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെയായിരുന്നു. അതൊക്കെ അയാൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അവിടെ ഒന്നും അയാൾക്കൊരു വീഴ്ച പറ്റിയിട്ടില്ല. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അയാൾക്ക് വീഴ്ച പറ്റിയിട്ടില്ല. അയാൾ ഒരു പാർട്ടിയുടെ നേതാവ് എന്നുള്ള രീതിയിൽ യാതൊരു വിധ വീഴ്ചയും അയാൾക്ക് പറ്റിയിട്ടില്ല. പക്ഷേ വ്യക്തിജീവിതത്തിൽ ചില പാളിച്ചകൾ
വീഴ്ച എന്ന് പോലും ഞാൻ അതിനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ ഒരു വാക്കുപയോഗിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചില പാളിച്ചകൾ പറ്റി, അത് പാളിച്ചകൾ തന്നെയാണ്. നമ്മളിപ്പോൾ രാഹുലിനെ സ്നേഹിക്കുന്നുണ്ട്, രാഹുലിനെ പിന്തുണക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെയും രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനല്ല എന്ന് നമ്മൾ പറയാൻ എന്താ കാരണം? അത് ഈ രാജ്യത്തിൻ്റെ ജുഡീഷ്യറിക്ക് മുന്നിൽ രാഹുൽ കുറ്റക്കാരനാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ധാർമ്മികത എന്നൊന്ന് പറയേണ്ട, അയാൾ വെച്ചു പുലർത്തേണ്ടിയിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ അയാൾക്ക് പാളിച്ചകൾ പറ്റി, വീഴ്ചകൾ പറ്റി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു പല ആളുകളും അയാളോടൊപ്പം കൂടിയത് തന്നെ അയാളെ അങ്ങോട്ട് വിളിച്ച്, അയാളെ അങ്ങോട്ട് ബന്ധപ്പെട്ട്, അയാളുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അയാളുമായി കൂടിയത് തന്നെ അയാളെ വീഴ്ത്താൻ വേണ്ടിയായിരുന്നു. ആ ഒരു എന്താ പറയേണ്ടത്, ആ ടാക്റ്റിക്കൽ മൂവ് അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ രാഹുലിന് സാധിക്കാതെ പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ പരാതികളിലൊക്കെ കോടതികളുടെ നിരീക്ഷണങ്ങളും പരാമർശങ്ങളും ഞാനെല്ലാം വീണ്ടും വീണ്ടും പറയുന്നില്ല, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പറഞ്ഞ പരാതിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? വലിയ ക്രൂരത, ബലാത്സംഗം, പീഡനം എന്നൊക്കെ പറയുന്ന ഇടത്ത് അത് കോടതിയിലെത്തിയപ്പോൾ കോടതി ചോദിക്കുന്നു, എവിടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ എവിടെ പീഡനം, എവിടെ ബലാത്സംഗം, എവിടെ ക്രൂരത, എവിടെ മർദ്ദനം എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അതിനർത്ഥം എന്താ? രാഹുൽ നിയമത്തിന് മുന്നിൽ ഒരിക്കലും കുറ്റക്കാരനാവുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ധാർമ്മികപരമായിട്ട് ചില പാളിച്ചകൾ അയാൾക്ക് പറ്റി എന്നുള്ളതാണ്. തിരുത്താനുള്ള അവസരമാണ് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അത് ഞാൻ ഇപ്പോൾ ഒരു എന്നേക്കുമായിട്ട് അയാളുടെ യുഗം അവസാനിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ടി വരും. പക്ഷേ അയാളുടെ ഒരു പ്രൈം ടൈം ഉണ്ടല്ലോ, ഒരു പ്രൈം ടൈം, അത് അയാൾക്ക് നഷ്ടപ്പെടുമെന്നുള്ളത് തന്നെയാണ്. കാരണം ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ, ഇൻ കേസ് അവിടെയും വീണ്ടും ഞാൻ പറയുന്നു, അയാൾക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വലിയ ചർച്ചയാവുക എന്നുള്ളതാണ്. അപ്പോൾ അയാൾക്ക് തിരിച്ചുവരവ് സാധ്യമാവുക എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് കോടതിയിൽ നിൽക്കുന്ന പരാതികളിൽ ഒരു അവസാന വാക്ക് കോടതിയുടേത് പുറത്തേക്ക് വരേണ്ടതുണ്ട്. അതിനെന്ത് വേണം? കേസന്വേഷണം അവസാനിക്കണം, അത് കഴിഞ്ഞിട്ട് കുറ്റപത്രം സമർപ്പിക്കണം, വിചാരണകൾ കഴിയണം, വാദങ്ങളും പ്രതിവാദങ്ങളും കഴിയണം. ഇതൊക്കെ കഴിയുമ്പോഴേക്കും സമയം അങ്ങോട്ട് പോകും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. സമയം ഒരുപാട് നഷ്ടമാകുമെന്നുള്ളതാണ്. അപ്പോൾ ആ സമയം, പ്രൈം ടൈം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം, അത് അയാൾക്ക് നഷ്ടമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെയും ഞാൻ വീണ്ടും പറയുന്നു, കണ്ടീഷൻ ഇൻ കേസ് അയാൾക്ക് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ മാത്രം എന്ന്. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതൊരു ഇമാജിനേഷന് വേണ്ടിയാണ്. ഇൻ കേസ് അയാൾക്ക് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ അയാൾ മത്സരരംഗത്തുണ്ടാവില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലാതെ അയാൾ പാർട്ടിയെ വെല്ലുവിളിച്ചോ, അല്ലെങ്കിൽ പാർട്ടിയെ വെല്ലുവിളിക്കാൻ അയാൾ പാർട്ടിയിലില്ല, ഇവൻ ദോ അയാൾ പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് തന്നെ പുറത്താക്കി എന്നുള്ള ഒരു കാരണത്തിന് അയാൾ സ്വതന്ത്രനായിട്ട് എവിടെയെങ്കിലും മത്സരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ എന്ത് സംഭവിക്കും? അയാൾ സ്വാഭാവികമായിട്ടും അയാളെ കാലാവധി കഴിയുമ്പോൾ അയാൾ പാലക്കാട് വിടേണ്ടി വരും. പാലക്കാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടെ അയാൾ തട്ടകം? അയാളുടെ അടൂര്, അയാളെ വീട്. അവിടെയും ആ വീട്ടിൽ ഒതുങ്ങേണ്ട ഒരു ഗതിയിലേക്ക് വീട്ടിൽ ഒതുങ്ങുക എന്ന് പറഞ്ഞാൽ ഞാൻ പൊതുപ്രവർത്തന രംഗത്തുണ്ടാവില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അയാൾക്ക് അയാളുടെ ബിസിനസ്സോ കാര്യങ്ങളോ വേറെ വല്ല ജോലികളോ എന്ത് വേണമെങ്കിലും ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതൊരു മറ്റൊരു കാര്യം. അപ്പോൾ പറഞ്ഞു വരുന്നത്, അയാൾക്ക് അടൂരിലേക്ക് ഒതുങ്ങേണ്ടി വരും. അതുതന്നെയാണ് ഞാനും പറയുന്നത്. കാരണം പാർട്ടിക്ക് പുറത്താണ്. പാർട്ടിയിലുണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു തിരിച്ചുവരവിനുള്ള ഒരു ശ്രമങ്ങൾ നടത്താമായിരുന്നു. ഇവിടെ അതും സാധ്യമാകില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടം ഞാൻ സ്വതന്ത്രനാവാനില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് ലഭിച്ച ഉറപ്പുകൾ ഞാൻ പലപ്പോഴും ഇപ്പം എന്നോട് പലതവണയായി പല ആളുകൾ ചോദിക്കുക, നിങ്ങൾ എന്തിനാ കളവ് പറയുന്നത്? രാഹുൽ മാങ്കൂട്ടം മത്സരിപ്പിക്കില്ല എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അറിയുന്ന ചില കാര്യങ്ങൾ വെച്ചിട്ട് ഞാനതൊന്നും എന്താണെന്നൊന്നും പറയുന്നില്ല. എനിക്കറിയുന്ന ചില കാര്യങ്ങൾ വെച്ചിട്ട്
രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കുവാനുള്ള സാധ്യതകൾ 99.99 ആണ് അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ അല്ലാതിരിക്കുവാനുള്ള ചാൻസ് പോസിബിലിറ്റി എന്ന് പറയുന്നത് 0.01% മാത്രമാണ്. അപ്പോൾ ഈ ചില ഉറപ്പുകൾ രാഹുലിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അറസ്റ്റ് കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങി ദിവസങ്ങളോളം പാലക്കാട് എത്താതിരുന്ന രാഹുൽ മാങ്കൂട്ടം ഈ കഴിഞ്ഞ 9-ാം തീയതി പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയതും ആ ലഭിച്ചിരിക്കുന്ന ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത് വല്ലാത്തൊരു ആകാംക്ഷ അല്ലെങ്കിൽ വല്ലാത്തൊരു സങ്കടം മനസ്സിലിങ്ങനെ നിറയുകയാണ്. ഇൻ കേസ് അയാൾക്ക് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? വലിയ ഒരു ചോദ്യമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ എങ്ങാനും സംഭവിച്ചിട്ട് പിന്നെ മനസ്സ് മാറ്റി അയാൾ മത്സരരംഗത്തേക്കിട്ട് ഇറങ്ങണം. അവിടെയും ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ബാക്കിയാവുകയാണ് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഈ ചോദ്യങ്ങൾ ഉത്തരം കിട്ടാ ചോദ്യങ്ങളായി ബാക്കിയാകുമ്പോൾ പിന്നെ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്? രാഹുൽ മാങ്കൂട്ടം യുഗം അവസാനിക്കുകയാണോ എന്നുള്ള ഒരു ചോദ്യം. സ്വാഭാവികമായിട്ടും അങ്ങനെ ആയി കാണാൻ വേണ്ടി പ്രാർത്ഥിച്ചവരും നോമ്പ് നോറ്റവരും പണിയെടുത്തവരും ചുറ്റിലും നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം മത്സരിക്കണം, അയാൾ വിജയിക്കണം. അതിലൂടെ ഒരു വലിയ മറുപടി ഈ കഴുകക്കൂട്ടങ്ങൾക്ക് നൽകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് സംഭവിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും അല്ലേ? പക്ഷേ എന്നാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചു കൂടായികയുമില്ല അല്ലേ? പോസിബിലിറ്റിയാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? വീണ്ടും ഞാൻ പറയുന്നു, ഞാനൊന്നും കളവല്ല നിങ്ങളോട് പറയുന്നത്. എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ, ചില അറിവുകൾ, അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. രാഹുൽ പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയത് പാലക്കാട് മത്സരിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു ന്യായം എന്നോട് പറഞ്ഞു തരണം. തിരിച്ചെത്തിയ രാഹുൽ ഇത്ര കൃത്യമായിട്ട് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ. അറിയാൻ കഴിയുമെങ്കിൽ, മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ. പാലക്കാട് തിരിച്ചെത്തിയ ശേഷം രാഹുൽ നടത്തുന്ന ഓരോ ചുവടുവെപ്പുകളും അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് അയാൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ പറയുന്ന ഒരു പോസിബിലിറ്റി വല്ലാത്ത രീതിയിൽ നമ്മളെ ആശങ്കയിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയില്ല.